ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറിനും വൈകുന്നേരം സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. 2 ബ്രെഡും ഒരു മുട്ടയും അല്ലെങ്കിൽ 2 മുട്ടയും ഒരു 2 പീസ് ബ്രെഡും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ വെജിറ്റബിൾസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ അത്രയും ഹെൽത്തിയാണ്, കൂടുതൽ നമുക്ക് ഫില്ലിംഗ് ആയിരിക്കും. അത്രയും ഒരു കാര്യം മാത്രമേ ഉള്ളൂ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ക്യാപ്സിക്കം ചേർക്കാം, നമ്മുടെ പൊട്ടറ്റോ ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം, സവോള ചേർക്കാം, ഇങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഈ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ എങ്ങനെയാണിത് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ വേണ്ട കേട്ടോ, ഇതിൻ്റെ പകുതി മതി. അതുപോലെ തന്നെ ഒരു ചെറിയ സവോള എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയ സവോള നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ സവോളയുടെ 1/4 ഭാഗം എടുക്കുക, ഒരു പച്ചമുളകിൻ്റെ 1/2 ഭാഗം എടുക്കുക, അത്രയും മതി നമുക്ക്. പിന്നെ വേണ്ടത് 2 മുട്ട. 2 മുട്ട വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയിലും ചെയ്യാം. അപ്പോൾ 2 സ്ലൈസ് ബ്രെഡ് എടുക്കാൻ പാടുള്ളൂ. 3 സ്ലൈസ് ബ്രെഡ് ആണെങ്കിൽ 2 മുട്ട എടുക്കാം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. ഒരു സ്നാക്കായിട്ട് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, ഡിന്നറായിട്ട് കഴിക്കാം, 3 സമയത്തും കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പകുതി ക്യാരറ്റ് മതി, മുഴുവൻ ക്യാരറ്റും വേണ്ട. ഇതിലും ചെറിയ ക്യാരറ്റ് കിട്ടാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ സവോള ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ ഈ പച്ചമുളക് റൗണ്ടിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. മുഴുവൻ എടുക്കരുത്, പകുതി എടുക്കാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തു പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ സവോള നമ്മളിതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് അതിലേക്ക് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാരറ്റ് വലിയ പോർഷൻ ഉണ്ടല്ലോ ഗ്രേറ്ററിൻ്റെ, ആ സൈഡിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇത് രണ്ടും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി എന്താണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഞാൻ നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവുകയാണ്. 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ചു. ഇനി നമുക്ക് മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഞാൻ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ വീട്ടിൽ പൊടിച്ചെടുത്ത കുരുമുളക് പൊടി ആയതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുള്ളൂ. നിങ്ങൾ വാങ്ങിച്ച കുരുമുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്തോളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 2 കുരുമുളക് പൊടിയും തമ്മിൽ എരിവിൽ വ്യത്യാസമുണ്ട്. നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതാണെങ്കിൽ എരിവ് കൂടുതലായിരിക്കും. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. സാധാരണ നമ്മൾ ഓംലെറ്റിൽ ചേർക്കുന്നതിനേക്കാൾ ഒരു പൊടി ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ് കൂടുതൽ ചേർക്കുക. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയും ഉപ്പും കുരുമുളകും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഇതിലേക്ക് വേറെ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അത് ഇതൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാൻ പോവാണ്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. ഒരു പിഞ്ച് എന്നുള്ളത് കുറച്ച് കൂടി പോയിട്ട് എൻ്റെ മഞ്ഞൾപ്പൊടിയുടെ പാത്രത്തിൽ നിന്ന് കുറച്ചധികം വീണുപോയി. അതൊന്നും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് മഞ്ഞൾപ്പൊടി കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. ശരിക്കും മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് മതി. ഇതിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം വീണിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്നാക്ക് റെഡിയാക്കി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വരുമ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ആ കളറ് കൂടുതലായിട്ട് നിൽക്കും എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി വേറെ ശരീരത്തിന് ദോഷം ഉണ്ടാക്കുന്നൊന്നുമല്ലല്ലോ. അതുകൊണ്ട് കൂടിപ്പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, കൂടിപ്പോകാതെ നോക്കുക. ഒരു സ്പൂണിലെടുത്തിട്ട് തന്നെ ചേർക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, ഈ ബ്രെഡിനെ ചെറുതായിട്ട് ഇതുപോലെ അടർത്തി നമ്മുടെ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞാക്കി ഇട്ട് കൊടുക്കുക. വലിയ പീസായിട്ട് വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല, ചെറുതാക്കി ഇടുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ബ്രെഡിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഈ ബ്രെഡ് മുട്ട മുഴുവൻ അബ്സോർബ് ചെയ്യണം. അതിനാണ് നമ്മൾ ഇപ്പോഴേ ഇതുപോലെ റെഡിയാക്കി വയ്ക്കുന്നത്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. വഴറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു ബ്രെഡും കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം. കൂടുതൽ ക്വാണ്ടിറ്റി ആയി പോകും. ഞാനതുകൊണ്ട് 2 ബ്രെഡേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 3 ബ്രെഡ് ചേർക്കാം കേട്ടോ. ഞാൻ 3 ബ്രെഡ് എടുത്ത് വെച്ചിരുന്നു, പക്ഷേ ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി കൂടണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ 2 ചേർത്തത്. ഒരെണ്ണത്തിൻ്റെ പകുതിയും കൂടി ഞാൻ ചേർക്കണം. ഒരെണ്ണം മുഴുവനായിട്ട് ചേർക്കുന്നില്ല.
എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ ആ ഒരു നനവ് കുറച്ചുണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് നോക്കിയിട്ട് മുട്ടയുടെ നനവ് കൂടുതലാണെങ്കിൽ വീണ്ടും ബ്രെഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. കുറച്ചുകൂടി വേണമെങ്കിൽ ചേർക്കാം, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇത്രയും വെച്ചിട്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇത് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. നമുക്കിനി വഴറ്റാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നെയ്യോ ബട്ടറോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ചേർക്കാം. വെജിറ്റബിൾ ഓയിൽ ചേർക്കാം, നമുക്കിഷ്ടമുള്ള ഓയിൽ ചേർക്കാം. നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. സാധാരണ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും അധികം ആൾക്കാർ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഈ ഒരു മുട്ടയുടെ റെസിപ്പിയിൽ ചേർത്ത് കാണിക്കാത്തത്. ചിലർക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇല്ലാതെ എല്ലാ റെസിപ്പികളും പറ്റാതെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ചേർക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ സവോള ചേർത്തിട്ടുണ്ട്. സവോള ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് എണ്ണ ചൂടായിട്ട് അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ ആണെങ്കിലും ചൂടായിട്ട് നമ്മൾ സവോള ചേർക്കരുത്. അതിന് മുന്നേ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയിലയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ സവോളയ്ക്കും ക്യാരറ്റിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് ചെറിയൊരളവിലേ ചേർത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുട്ടയ്ക്കും ബ്രെഡിനും ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ അതിൽ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഒരു 2 പിഞ്ച്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ ചേർക്കുന്ന കാര്യം അളവ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇതൊന്ന് സോഫ്റ്റായി വരണം. ഒരുപാട് വഴറ്റണ്ട, ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഓവർ കുക്കായി പോകരുത്. നമ്മുടെ വെജിറ്റബിൾസ് കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ വേണം നമ്മളൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചെറിയ പാനിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ. ചെറിയ പാനാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പിലൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ കുറച്ച് കട്ടിയുള്ള പാൻ നോക്കി ഇതെടുത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ ചെറിയ പാൻ എടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ചെറിയൊരു പീസ് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പൊട്ടറ്റോ ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പൊട്ടറ്റോയും ഇതുപോലെ വഴറ്റിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ കൂടുതലായിട്ടൊക്കെ തോന്നും, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് വരുമ്പോൾ എണ്ണയൊന്നും കൂടുതലായി പോവില്ല. ഇനി നമ്മൾ എന്താണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിടുക. ഒരുപാട് സ്പ്രെഡ് ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ചെറിയ ബർണറിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്, വലിയ ബർണറിലല്ല. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയും ബ്രെഡും ചേർന്ന മിക്സ് ഉണ്ടല്ലോ, ഇത് ഇതിൻ്റെ മുകളിലേക്ക് പതുക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ കിട്ടുന്ന രീതിയിൽ, ഷേപ്പായി വരുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ബലം കൊടുക്കണ്ട, വിട്ടുപോവും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊണ്ടുവരാം. പതുക്കെ സ്പ്രെഡ് ചെയ്യണം എന്ന് മാത്രം. അധികം തിക്നെസ് വേണ്ട കേട്ടോ. നമ്മുടെ ബ്രെഡൊക്കെ കുക്ക് ആവേണ്ടതുകൊണ്ട് നമുക്ക് ഒരുപാട് തിക്കല്ലാത്ത രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സ്പാറ്റില യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചട്ടകം, പരന്ന ചട്ടകം യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഫില്ലാവാത്ത ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഫില്ലാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചുറ്റും വെജിറ്റബിൾസ് ഉണ്ട്, നടുഭാഗത്ത് ബ്രെഡിൻ്റെ മിക്സും ഉണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം, ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്. അടച്ചു വെച്ചിട്ട് ഒരു 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ഈ സൈഡ്. അതിന് ശേഷം നമുക്ക് അടുത്ത സൈഡ് കുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഒരു പാനും കൂടി എടുക്കുക, ആ പാനിലേക്ക് മറിക്കുക, അല്ലെങ്കിൽ കുറച്ച് വലിയൊരു സ്പാറ്റിൽ എടുത്തിട്ട് അത് ഉപയോഗിച്ച് മറിക്കുക. നിങ്ങളുടെ സൗകര്യം ഏതാണോ ആ രീതിയിൽ മറിക്കുക. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഞാനിപ്പോൾ അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ആയി. നമുക്ക് തുറക്കാം. നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു പാനിലേക്ക് ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പാൻ വെച്ചിട്ട് പാനിലേക്കാണ് മറിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ മറിക്കണമെങ്കിൽ ഇതുപോലെ മറിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പാറ്റില ഉപയോഗിച്ച് മറിക്കാം. ഞാനതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാനിത് മറിച്ചെടുക്കട്ടെ. കണ്ടോ, കറക്റ്റായിട്ട് മറിഞ്ഞ് വന്നിട്ടുണ്ട്. ആ വെജിറ്റബിൾസൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സൈഡും കൂടി ഒന്ന് കുക്കായി വരട്ടെ. നമുക്ക് ഈ സൈഡും കൂടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിത് ബ്രെഡ് ഓംലെറ്റ് എന്ന് തന്നെ പേരിടാം എന്ന് വിചാരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ
സാധാരണ ബ്രെഡ് ഓംലെറ്റ് ഇങ്ങനെയല്ല, പക്ഷേ ഇതിന് നമ്മൾ ഓംലെറ്റ് എന്നല്ലേ പറയുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രെഡ് ഓംലെറ്റ് എന്ന് പറയണം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോയുടെ പ്രസൻറ്റേഷനൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോയില്ലല്ലോ. പിന്നെ ഒരു കാര്യം, ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കാം കേട്ടോ. നന്നായിട്ട് ചൂട് മാറിയിട്ട് കഴിക്കേണ്ട റെസിപ്പി അല്ല. എന്താണെന്ന് വെച്ചാൽ ചില റെസിപ്പികളിൽ ഞാൻ പറയാറുണ്ട് ചൂട് മാറിയിട്ട് കഴിക്കുക, ചില റെസിപ്പികളിൽ ചൂടോടെ കഴിക്കുക എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇത് ഇളം ചൂടിൽ കഴിക്കേണ്ട റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.